ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും നോമ്പെടുക്കുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ റിസ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം. പ്രഗ്നന്റ് ആയവരും മുലയൂട്ടുന്ന അമ്മമാരും നോമ്പെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉറപ്പാക്കേണ്ടത്. നിങ്ങളുടെ ശരീരം ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് മുൻഗണന നൽകുകയും ചെയ്യേണ്ടത്. റമളാൻ നോമ്പ് എടുക്കുമ്പോൾ ആവശ്യ പോഷകങ്ങൾ നൽകുന്ന പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്. ഈ ഒരു സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി സമയത്താണെങ്കിലും ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സ് ആണ് എന്നുണ്ടെങ്കിലും നോമ്പെടുക്കുമ്പോൾ നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവ എന്തൊക്കെയെന്നതിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ്, ഈ ഒരു സമയത്ത് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പകലൊട്ടും വെള്ളം കുടിക്കാൻ പറ്റാത്തതിനാൽ തന്നെ നിർജ്ജലീകരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ നിങ്ങൾ 8 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് ഫ്രഷ് ജ്യൂസ് ആയിട്ടോ, ലൈം ജ്യൂസ്, കരിക്കും വെള്ളം, കഞ്ഞിവെള്ളം പോലുള്ളവയൊക്കെ ആക്കിയിട്ടോ അല്ലെങ്കിൽ സൂപ്പ് പോലെയൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. വെള്ളം കുടിക്കുന്നത് ഒരു സമയത്ത് തന്നെ ഒരുപാട് കുടിക്കാണ്ട് നിങ്ങൾ കുറച്ചായിട്ട് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളം കുടിക്കുന്നത് കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണവും തളർച്ചയും മേലുവേദനയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അതുപോലെ തന്നെ മൂത്രപ്പഴുപ്പൊക്കെ വരാനുള്ള സാധ്യതയും ഈ ഒരു സമയത്ത് വളരെ കൂടുതലാണ്. സെക്കൻഡ്, ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക എന്നുള്ളതാണ്. ചിക്കന്, ഫിഷ്, പയർവർഗ്ഗങ്ങള്, എഗ്ഗ്, ടോഫു പോലുള്ളവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രോട്ടീന് കുഞ്ഞിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ടിഷ്യൂ റിപ്പയറിനും ആവശ്യമായിട്ടുള്ള ഒന്നാണ്. തേർഡ്, ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പരിപ്പ്, സീഡ്സ്, നട്ട്സ്, അവക്കാഡോ പോലുള്ളവ ഊർജ്ജം നൽകുകയും നിങ്ങളുടെ കുഞ്ഞിന്റെ മസ്തിഷ്ക വളർച്ചയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒന്നുകൂടെയാണ്. അതുകൊണ്ട് ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഫോർത്ത്, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. ബ്രൗൺ റൈസ്, ഓട്സ്, വോൾഗ്രെയിൻ ബ്രെഡ് പോലുള്ളവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് ഊർജ്ജം നൽകുന്നതിനും ഫൈബർ കണ്ടന്റ് ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ ദഹനം എളുപ്പമാക്കുന്നതിനും സഹായിക്കുകയും ചെയ്യുന്നതാണ്. ഫിഫ്ത്ത്, ഭക്ഷണത്തിൽ ധാരാളം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക. ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ആന്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ലീഫി വെജിറ്റബിൾസ്, ബെറീസ്, സിട്രസ് ഫ്രൂട്ട്സ്, ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടറ്റോ, ബെൽ പെപ്പർ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഫ്രൂട്ട്സ് ഒക്കെ ജ്യൂസ് ആയിട്ട് കുടിക്കുന്നതിന് പകരമായിട്ട് കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. 6, ഡയറി പ്രൊഡക്ട്സ് ആണ്. ഇവ കാൽഷ്യവും വൈറ്റമിൻ ഡി ഒക്കെ നൽകുന്നുണ്ട്. പാല്, തൈര്, ചീസ് തുടങ്ങിയ പാലുൽപ്പന്നങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 7th, ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ്. ബദാം, വാൾനട്ട്, പിസ്ത, അത്തിപ്പഴം, ആപ്രിക്കോട്ട് പോലുള്ളവയും ഈത്തപ്പഴം ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ രാത്രി കാലങ്ങളിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവ നിങ്ങൾക്ക് ധാരാളം ഊർജ്ജം നൽകുകയും നാരുകളാൽ സമ്പുഷ്ടമാണ്. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും നൽകുന്നതാണ്. ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെയാണ് പ്രഗ്നന്റ് ആയിട്ടുള്ളവരും മുലയൂട്ടുന്ന അമ്മമാരും നോമ്പെടുക്കുമ്പോൾ അവരുടെ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ടത്. മുലയൂട്ടുന്ന അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാല്, ജീരകം, അതുപോലെ തന്നെ ഉലുവ, വെളുത്തുള്ളി പോലുള്ളവയൊക്കെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മുലപ്പാലിന്റെ ഉൽപ്പാദനം കൂട്ടുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണോ അവയൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾ ഒരുപാട് ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്നതിന് പകരമായിട്ട് കുറച്ചായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ് എന്നിവ ഉൾപ്പെടുന്ന സമീകൃത ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. രാത്രി മുഴുവനും ചെറുതും ഇടയ്ക്കിടെയായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് തുടരുകയും ഇത് ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ നിർബന്ധമായിട്ടും 3 മീൽസ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അത്താഴം കഴിക്കുന്ന സമയത്തും നോമ്പ് തുറക്കുന്ന സമയത്തും ഉറങ്ങുന്നതിന് മുൻപായിട്ടും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത്താഴത്തിന്റെ സമയത്തൊക്കെ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ചായ, കാപ്പി, അച്ചാറ്, പപ്പടം പോലുള്ളവയൊക്കെ ഒഴിവാക്കുക. സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ള സ്നാക്സ് പോലുള്ളവയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. പകൽ സമയങ്ങളിൽ കൂടുതൽ ബോഡി ക്ഷീണിക്കുന്ന തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. ചൂട് സമയത്ത് പുറത്തിറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പറ്റുന്ന സമയത്തൊക്കെ റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. ഒന്നുകൂടെ പറയാം, നോമ്പെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുക. പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തേണ്ടതാണ്. നിങ്ങൾക്ക് നോമ്പെടുത്തതിന് ശേഷം ക്ഷീണവും തളർച്ചയൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് നോമ്പെടുത്തതിന് ശേഷം നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ ഓക്കെയാണ്, നിങ്ങൾക്ക് മറ്റു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ശരിയായ രീതിയിൽ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്നുള്ള നോമ്പ് എടുക്കുകയും ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.